ഹായ് സ്റ്റുഡൻസ്. സോ നമ്മൾ ഡാറ്റ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് എന്തൊക്കെ പഠിക്കാനുള്ളത് നോക്കാം. ഇതിൽ നമുക്ക് ഗ്രാഫ്സ് പഠിക്കാനുണ്ട്, പിന്നെ അരിത്മെറ്റിക് മീന്, മീഡിയൻ, മോഡ്, റേഞ്ച്, അങ്ങനത്തെ കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡാറ്റ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് അരിത്മെറ്റിക് മീൻ എന്താന്നുള്ളത് നോക്കാം. എന്താണ് അരിത്മെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ? സിമ്പിൾ ആണ്. ഓക്കെ, മോസ്റ്റ് കോമൺ റിപ്രസെന്റേറ്റീവ് വാല്യൂ ഓഫ് എ ഗ്രൂപ്പ് ഓഫ് ഡാറ്റ ഈസ് അരിത്മെറ്റിക് മീൻ ഓർ മീൻ. എക്സാമ്പിൾ, ഇപ്പൊ നമുക്ക് എന്താണ് രണ്ട് വെസൽസ് ഉണ്ട്, 20 ലിറ്റർ ഉള്ളതും 6 ലിറ്റർ ഉള്ളതും. ഓക്കെ, മിൽക്കിന്റെ രണ്ട് വെസൽസ് ഉണ്ട്, ഒന്ന് 20 ലിറ്റർ ആണ്, ഒന്ന് 60 ലിറ്റർ ആണ്. വാട്ട് ഈസ് ദ എമൗണ്ട് ദാറ്റ് ഈച്ച് വെസൽ വുഡ് ഹാവ്? അങ്ങനെയാണെങ്കിൽ എന്താണ് ഓരോ വെസലിന്റെയും എമൗണ്ട്? ഇഫ് ബോത്ത് ഷെയർ ദ മിൽക്ക് ഈക്വലി, രണ്ടും മിൽക്ക് ഈക്വലി ആണ് ഷെയർ ചെയ്യുന്നത്. അപ്പം നമ്മളോട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആസ്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അരിത്മെറ്റിക് മീന് നോക്കുക. ഓക്കെ, അങ്ങനത്തെ കേസിലൊക്കെയാണ് അരിത്മെറ്റിക് മീന് വരിക. അപ്പൊ നമുക്ക് എങ്ങനെ അത് ചെയ്യാൻ നോക്കാം. ദ ആവറേജ് ഓർ ദ അരിത്മെറ്റിക് മീൻ വുഡ് ബി, നമ്മളോട് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞത്? 20 ലിറ്റേഴ്സും 60 ലിറ്റേഴ്സും ഓഫ് മിൽക്കും ആണ് ഉള്ളത്. അപ്പൊ അതിന്റെ അരിത്മെറ്റിക് മീൻ എങ്ങനെ കാണും? അരിത്മെറ്റിക് മീൻ എങ്ങനെ കണ്ടത്? ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് വെസൽസ്. എത്ര ഉണ്ട് മിൽക്കിന്റെ ക്വാണ്ടിറ്റി? 20യും 60യും. 20 പ്ലസ് 60 ഡിവൈഡഡ് ബൈ എത്ര ഉണ്ട്? ഒന്ന് 20 ഒന്ന് 60, രണ്ടെണ്ണം ഉണ്ട്. അപ്പൊ നമ്മൾ ഡിവൈഡ് ചെയ്യുക, എത്ര എണ്ണാണോ മേലെ ഉള്ളത് നമ്മൾ ചെയ്യുന്നത്, സമ്മ് ചെയ്യുന്നത്, അത്രയും നമ്പർ ആണ് നമ്മൾ ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ 20 പ്ലസ് 60 എന്ന് പറഞ്ഞാൽ എന്താ? 80. 80 ഡിവൈഡഡ് ബൈ 2 എന്താ? 40. അപ്പൊ 40 ലിറ്റർ ആണ് ഏതിന്റെ മീന്? നമുക്ക് തന്ന ഇതിന്റെ മീന്. ഓക്കെ, അപ്പൊ മീൻ എങ്ങനെ കാണുക? രണ്ട് നമുക്ക് തന്നത് ആഡ് ചെയ്യുക, സം ആയിരിക്കും ന്യൂമറേറ്ററിലെ, ബൈ ടോട്ടൽ നമ്പർ ആയിരിക്കും ഡിനോമിനേറ്ററിലെ. ദസ് ഈച്ച് വെസൽസ് വുഡ് ഹാവ് 40 ലിറ്റേഴ്സ് ഓഫ് മിൽക്ക്. അപ്പൊ നമുക്ക് എന്ത് പറയാ? ഓരോ വെസൽസിനും എന്തുണ്ട്? 40 ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ആണുള്ളത്. അപ്പൊ ഇങ്ങനത്തെ കേസിലൊക്കെയാണ് നമ്മൾ അരിത്മെറ്റിക് മീന് കാണുക. അപ്പൊ എല്ലാവർക്കും മനസ്സിലായോ? അരിത്മെറ്റിക് മീന് കാണാനുള്ള ഇക്വേഷൻ എന്താ നമുക്ക് നോക്കാം. എന്താ അരിത്മെറ്റിക് മീൻ കാണാനുള്ള ഇക്വേഷൻ? ദ ആവറേജ് ഓർ അരിത്മെറ്റിക് മീൻ. അരിത്മെറ്റിക് മീനിനെ നമുക്ക് എന്തും പറയാം? ആവറേജ്. അപ്പൊ എല്ലാവരും ആവറേജ് എന്ന് ചോദിക്കുമ്പോൾ ടെൻഷൻ ആവണ്ട. എന്താണ് ആവറേജ് എന്ന് പറഞ്ഞാല്? അരിത്മെറ്റിക് മീൻ തന്നെയാണ്. അപ്പൊ അരിത്മെറ്റിക് മീൻ ചോദിച്ചാലും ആവറേജ് ചോദിച്ചാലും നമ്മൾ എന്താ കാണേണ്ടത്? അരിത്മെറ്റിക് മീൻ ആണ്. ഓർ സിംപ്ലി മീൻ. ഇനി നമുക്ക് അരിത്മെറ്റിക് മീൻ അല്ല, സിംപ്ലി മീൻ എന്ന് ചോദിച്ചാലും നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെയാണ്. എന്താ മീന് കാണാനുള്ള ഇക്വേഷൻ? സം ഓഫ് ഓൾ ഒബ്സർവേഷൻസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. സം ആയിരിക്കും നമ്മളെ ന്യൂമറേറ്ററിൽ ഉണ്ടായിരിക്കുക, നമ്മളെ ഡിനോമിനേറ്ററിൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ നോക്കാം. ഇവിടെ കണ്ടോ, സമ്മ് ചെയ്തു 20യും 60യും, അതാണ് നമ്മളെ ന്യൂമറേറ്ററിൽ. ബൈ എത്രണ്ണാണോ ഉള്ളത്, എത്ര നമ്പേഴ്സ് ആണോ നമ്മൾ സം ചെയ്യുന്നത്, അതായിരിക്കും നമ്മളെ ഡിനോമിനേറ്ററിൽ. കണ്ടോ, 2 നമ്പേഴ്സ് ആയതുകൊണ്ട് 2. സോ മീൻ ഈസ് ഈക്വൽ ടു സം ഓഫ് ഓൾ ഒബ്സർവേഷൻസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. സം ഓഫ് ഓൾ ഒബ്സർവേഷൻ ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ചെയ്താൽ നമുക്ക് മീന് കാണാൻ പറ്റും. ഓക്കെ, ഇനി വേർ ഡസ് ദ അരിത്മെറ്റിക് മീൻ ലൈ? നമുക്ക് കിട്ടുന്ന മീന് എവിടെയാണ് ലൈ ചെയ്യാന്നുള്ളത് നോക്കാം. ദ മീൻ ഓഫ് 2 നമ്പേഴ്സ് വിൽ ഓൾവേസ് ലൈ ബിറ്റ്വീൻ 2 നമ്പേഴ്സ്. രണ്ട് നമ്പേഴ്സിന്റെ മീന് എപ്പോഴും ആ രണ്ട് നമ്പേഴ്സിന്റെയും ബിറ്റ്വീനിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ 5ഉം 11ഉം, അതിന്റെ മീൻ എന്ത് വരും? 5 പ്ലസ് 11 ബൈ 2. സം ആയിരിക്കും ന്യൂമറേറ്ററില്, ബൈ എത്ര നമ്പർ ആണോ ഉള്ളത് അതായിരിക്കും ഡിനോമിനേറ്ററില്. സോ 5 പ്ലസ് 11 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാല് 16 ഡിവൈഡഡ് ബൈ 2. 16 ബൈ 2 എന്ന് പറഞ്ഞാല് 8.
അപ്പം 8 എന്താ എവിടെയുള്ളത്? 5ന്റെയും 11ന്റെയും ബിറ്റ്വീനിലുള്ള നമ്പർ അല്ലേ 8? അപ്പം എന്താണ്? വിച്ച് ലൈസ് ബിറ്റ്വീൻ 5 and 11. നമ്മളെ മീൻ എപ്പോഴും ആ രണ്ട് നമ്പറിന്റെയും ബിറ്റ്വീനിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ 20ന്റെയും 16ന്റെയും. അപ്പൊ 20ന്റെയും 16ന്റെയും മീന് കണ്ടപ്പോ നമുക്ക് 40 കിട്ടി. ആ 40 എന്തിന്റെ ബിറ്റ്വീനിലാണ്? 20ന്റെയും 16ന്റെയും ബിറ്റ്വീനിലാണ്. അപ്പൊ നമ്മളെ മീന് നമുക്ക് തന്ന നമ്പേഴ്സിന്റെ ബിറ്റ്വീനിലായിരിക്കും. രണ്ട് നമ്പേഴ്സ് തന്നാല് അതിന്റെ മീൻ എപ്പോഴും ആ രണ്ട് നമ്പേഴ്സിന്റെയും ബിറ്റ്വീനിലായിരിക്കും. ക്ലിയർ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് റേഞ്ച് എന്താ നോക്കാം. അപ്പൊ മീന് മനസ്സിലായില്ലേ? ഒന്നുമില്ല, നമുക്ക് കുറച്ച് ഡാറ്റ തന്നാൽ മീന് കാണാന് ന്യൂമറേറ്ററിൽ സം ആയിരിക്കും, ഡിനോമിനേറ്ററിൽ എത്ര നമ്പർ ആണോ നമ്മൾ സം ചെയ്യുന്നത് അതായിരിക്കും. എന്നിട്ട് നമ്മൾ സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് കിട്ടും, അല്ലെങ്കിൽ മീന് കിട്ടും എന്ന് പറയാം. ഓക്കെ, ഇനി റേഞ്ച് എന്താ നോക്കാം. റേഞ്ച് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഹൈയസ്റ്റ് ആൻഡ് ദ ലോവസ്റ്റ് ഒബ്സർവേഷൻ. വലിയ ഒബ്സർവേഷനും ചെറിയ ഒബ്സർവേഷനും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ റേഞ്ച് എന്ന് പറയാം. ഇപ്പൊ നമുക്ക് കുറച്ച് ഡാറ്റ തന്നു. ഇപ്പൊ സപ്പോസ് ദിസ് ഈസ് 5, 9, 3, 20. ഓക്കെ, അപ്പൊ ഇതിന്റെ റേഞ്ച് കാണാൻ പറഞ്ഞു. റേഞ്ച് കാണാനുള്ള ഇക്വേഷൻ എന്താ? ലാർജസ്റ്റ് മൈനസ് സ്മോളസ്റ്റ്. ലാർജസ്റ്റിന്റെയും അഥവാ ഹൈയസ്റ്റിന്റെയും സ്മോളസ്റ്റിന്റെയും ലോവസ്റ്റിന്റെയും ഹൈയസ്റ്റ് നമ്പറും ലോവസ്റ്റ് നമ്പറും തമ്മിൽ ഡിഫറൻസ് ആണ് റേഞ്ച്. അപ്പൊ ഇവിടെ ഹൈയസ്റ്റ് നമ്പർ ഏതാ? 20 മൈനസ് ലോവസ്റ്റ് നമ്പർ ഏതാ? 3. അപ്പൊ 20 മൈനസ് 3 ഈസ് ഈക്വൽ ടു 17. അപ്പൊ 17 ആണ് ഇതിന്റെ റേഞ്ച്. സിമ്പിൾ അല്ലേ റേഞ്ച്? വലിയ നമ്പറും ചെറിയ നമ്പറും കാണുക, അത് തമ്മിലുള്ള ഡിഫറൻസ് എങ്ങനെയാ കാണുക? സബ്ട്രാക്ട് ചെയ്യുക. ഡിഫറൻസ് ആയിരിക്കും നമ്മളെ റേഞ്ച്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. നമ്മൾ മീനും റേഞ്ചും എന്താന്നുള്ളത് പഠിച്ചു. ഇനി നമുക്ക് അതിന്റെ കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, വാട്ട്സ് അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ആഷിഷ് സ്റ്റഡീസ് ഫോർ 4 hours, 5 hours and 3 hours respectively on 3 consecutive days. കോൺസിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്തുള്ള ദിവസം. അപ്പൊ അടുത്തടുത്തുള്ള ദിവസം ആഷിസ് 4 hours, 5 hours, 3 hours ആണ് പഠിച്ചത്. ഓക്കെ, how many hours does he study daily on an average? അപ്പൊ ആവറേജ് ആണ് ചോദിച്ചത്. ആവറേജ് നമ്മൾ എങ്ങനെ കാണും? ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ? അരിത്മെറ്റിക് മീൻ അല്ലേ? അപ്പൊ മീന് കണ്ടാൽ നമുക്ക് അവന് എത്രയാണ് ആവറേജ് പഠിച്ചത് എന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്കുള്ളത് 4 hours, 5 hours, 3 hours. അപ്പൊ ആവറേജ് ഈസ് ഈക്വൽ ടു എന്താണ്? sum of all observation divided by number of observation. അല്ലേ? sum of observation നമ്മുടെ ഇക്വേഷൻ എന്താ? sum of all observation divided by number of observations. sum of observations divided by number of observations. ഓക്കെ, അപ്പം ആവറേജ് കാണാൻ സം ഡിവൈഡഡ് ബൈ നമ്പർ. ഏതൊക്കെ സം ചെയ്യേണ്ടത്? 5 plus 3, 4. എങ്ങനെ ചെയ്താലും ഓർഡർ ചെയ്യണമെന്നൊന്നുമില്ല. ഓക്കെ, 4 plus 5 plus 3 ബൈ എന്താ നമ്പർ വരിക? എത്ര നമ്പർ ഉണ്ട്? 1, 2, 3. 3 നമ്പർ. ഓക്കെ, വാട്ട് ഈസ് 4 plus 5 plus 3? 9 plus 3, 12, which is equal to 12 by 3. 12 by 3 എന്താ? 4. അപ്പൊ നമുക്ക് എന്ത് പറയാ? ഹൗ മെനി ഹവേഴ്സ് എന്നാ ചോദിച്ചേ. അപ്പൊ 4 hours ആണ് ആഷിസ് എന്ത് ചെയ്യുന്നത്? സ്റ്റഡി ഡെയിലി ഓൺ ആൻ ആവറേജ്. ആവറേജ് സ്റ്റഡി ചെയ്യുന്നത് 4 hours ആണ്. ആവറേജ് കാണാനുള്ള ഇക്വേഷൻ എന്താ? സം ബൈ നമ്പർ. ഓക്കെ, സം 4 plus 5 plus 3 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ എന്താ? 3. അപ്പം 12 divided by 3 which is equal to 4 hours. അപ്പൊ നമുക്ക് എന്ത് പറയാ? 4 hours ആണ് എന്ത്? ആഷിഷ് സ്റ്റഡി ഡെയിലി ഓൺ ആൻ ആവറേജ്. ഡെയിലി ആഷിഷ് സ്റ്റഡി ചെയ്യുന്നത് 4 hours ആണ് ആവറേജ് സ്റ്റഡി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആവറേജ് ചോദിച്ചാൽ അരിത്മെറ്റിക് മീൻ കാണുക കേട്ടോ. Then next, a batsman scored the following number of runs in 6 innings. 6 innings ഉണ്ട്. അപ്പൊ ഒരു ബാറ്റ്മാന് സ്കോർ ചെയ്തത് ഇത്ര ഫോളോയിങ് നമ്പേഴ്സ് ആണ്.
കാൽക്കുലേറ്റ് ദ മീൻ റൺ സ്കോർഡ് ബൈ ഹിം ഇൻ ആൻ ഇന്നിംഗ്. ഓക്കെ, നമ്മളോട് എന്താ കാണാൻ പറഞ്ഞത്? മീന് കാണാൻ നമ്മൾക്ക് ഇക്വേഷൻ എന്താ? സം ഓഫ് ഓൾ ഒബ്സർവേഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. ഓക്കെ, സം ഓഫ് ഓൾ ഒബ്സർവേഷൻസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. എന്താ സമ്മ്? 36 plus 35 plus 50 plus 46 plus 60 plus 55 divided by എത്ര നമ്പേഴ്സ് ഉണ്ട്? 1 2 3 4 5 6 ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലെ? 6 ഇന്നിങ്സ് ആണ്. യെസ്, 6. ഇത് നമുക്ക് ഫുള്ളും ആഡ് ചെയ്യണം. നമുക്ക് ആഡ് ചെയ്യാം. വാട്ട് ഈസ് 36 പ്ലസ് 35? 11 71. ഓക്കെ, ഇനി 71 പ്ലസ് 50 എന്താ? 121. ഓക്കെ, 121 കിട്ടി ഇതുവരെ. ഇനി 121ലോട്ട് 46 ആഡ് ചെയ്യാം. 121 പ്ലസ് 46 7 6 1 167. 167ലോട്ട് 60 ആഡ് ചെയ്യാം. എന്ത് കിട്ടി? 227. 227ലോട്ട് 55 ആഡ് ചെയ്യാം. 227 പ്ലസ് 55 282 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? 282 ആണ് കിട്ടിയത്. അപ്പൊ ആർക്കെങ്കിലും വേറെ ആൻസർ കിട്ടുന്നുണ്ടാവോ? ഓക്കെ, ഒന്നും കൂടി ആഡ് ചെയ്തിട്ട് നോക്കാട്ടോ. 282 ആണ് ഇവിടെ കിട്ടിയത്. 36 പ്ലസ് 35 എന്താ? 71 കിട്ടി. 71ലോട്ട് 50 ആഡ് ചെയ്തപ്പോ നമുക്ക് എന്ത് കിട്ടി? 121 കിട്ടി. 121ലോട്ട് 46 ആഡ് ചെയ്തപ്പം 167 കിട്ടി. 167ലോട്ട് 60 ആഡ് ചെയ്തപ്പം 227 കിട്ടി. 227ലോട്ട് 55 ആഡ് ചെയ്തപ്പം 282 കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് 282 ഡിവൈഡഡ് ബൈ 6 അത് ചെയ്താൽ നമുക്ക് മീൻ കിട്ടും. അപ്പൊ നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. 282 ഡിവൈഡഡ് ബൈ 6 282 ഡിവൈഡഡ് ബൈ 6 എന്ത് വരും? 4 6 are 24. Then ഇവിടെ ഒരു 4 ഉണ്ട്. 42. അപ്പൊ 42 എത്ര ടൈംസ് പോവും? 7. 7 into 6 ആണ് 42. ഓക്കെ, അപ്പൊ എന്താ നമ്മളെ മീന്? 47. 47 ആണ് എന്ത് കിട്ടിയത്? നമുക്ക് മീന് കിട്ടിയത്. ഓക്കെ, അപ്പൊ നമ്മളോട് എന്താ പറഞ്ഞത്? മീൻ റൺ സ്കോർഡ് ബൈ ഹിം ഇൻ ആൻ ഇന്നിംഗ്. അപ്പൊ ബാറ്റ്സ്മാന് എന്താണ്? ബാറ്റ്സ്മാന്റെ മീൻ റൺ സ്കോർഡ് ബൈ ഹിം. ബാറ്റ്മാന് സ്കോർ ചെയ്തത് മീൻ റൺ എത്രയാണ്? 47. അപ്പം 47 റണ്ണാണ് സ്കോർഡ് ബൈ ബാറ്റ്മാൻ ഇൻ ആൻ ഇന്നിംഗ്. ഒരു ഇന്നിംഗില് ബാറ്റ്മാന് എത്ര സ്കോർ ചെയ്തത്? അതിന്റെ മീൻ റൺ എത്ര? 47 മീൻ റൺസ് ആണ്. ഓക്കെ, സിമ്പിൾ അല്ലേ മീൻ കാണാൻ? യെസ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ മീൻ ഓഫ് ഫസ്റ്റ് 5 ഹോൾ നമ്പേഴ്സ്. ഫസ്റ്റത്തെ 5 ഹോൾ നമ്പേഴ്സിന്റെ മീൻ കാണാം. എന്താ ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാല്? നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1 2 3 4 അങ്ങനെ 1 കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ ആണ് നാച്ചുറൽ നമ്പർ. ഓക്കെ, ഹോൾ നമ്പർ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പറിലോട്ട് 0 കൂടെ ഇൻക്ലൂഡ് ചെയ്യുമ്പം അതിനെയായിരുന്നു നമ്മൾ ഹോൾ നമ്പർ എന്ന് പറയാം. നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ 1 2 3 അങ്ങനെ പോകും. ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാല് നാച്ചുറൽ നമ്പേഴ്സിലോട്ട് 0 കൂടെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അപ്പൊ എന്താ? 0 1 2 3 അങ്ങനെ പോകും. ഓക്കെ, അപ്പം നമ്മളോട് പറഞ്ഞ ഫസ്റ്റ് 5 ഹോൾ നമ്പേഴ്സിന്റെ എന്ത് കാണാനാ? മീൻ കാണാൻ. അപ്പൊ ഫസ്റ്റ് 5 ഹോൾ നമ്പേഴ്സ് ഏതൊക്കെ? 0 1 2 3 4. ഇത് 5 അല്ലേ?
നമ്മൾ വിചാരിക്കും ഫസ്റ്റ് 5 1 മുതൽ 5 വരെയാണ്. അല്ല, 0 കൂടെ ഉണ്ട് ഹോൾ നമ്പർ ആയതുകൊണ്ട്. ഫസ്റ്റ് 5 നാച്ചുറൽ നമ്പർ ആണെങ്കിൽ 1 മുതൽ 5 ആണ്. ബട്ട് നമ്മളോട് ഹോൾ നമ്പേഴ്സ് ചോദിച്ചത് കൊണ്ട് ഫസ്റ്റ് 0 ആണ് വരിക. അപ്പൊ ഇതാണ് 0 മുതൽ 4 വരെയാണ് ഫസ്റ്റ് 5 ഹോൾ നമ്പേഴ്സ്. നമുക്ക് മീന് കാണാം. മീൻ ഈസ് ഈക്വൽ ടു സം എന്താ 0 പ്ലസ് 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 ഡിവൈഡഡ് ബൈ എന്ത് വരും? എത്ര നമ്പർ ഉണ്ട്? 1 2 3 4 5 നമ്പേഴ്സ് ആണുള്ളത്. ഓക്കെ, അപ്പൊ 5 വിച്ച് ഈസ് ഈക്വൽ ടു ഇത് ആഡ് ചെയ്യുമ്പോ എന്ത് വരും? 4 പ്ലസ് 3 പ്ലസ് 2 പ്ലസ് 1 എന്താ? 1 പ്ലസ് 2 എന്താ? 3 3 പ്ലസ് 3 എന്താ? 6 6 പ്ലസ് 4 എന്താ? 10. അപ്പൊ 10 by 5 which is equal to 2. ഓക്കെ, അപ്പൊ ഫസ്റ്റ് 5 ഹോൾ നമ്പേഴ്സിന്റെ മീൻ എന്താ? 2. 2 is the mean of first 5 whole numbers. സിമ്പിൾ അല്ലേ? ഫസ്റ്റ് 5 ഹോൾ നമ്പേഴ്സ് പറഞ്ഞാൽ നമുക്ക് മീൻ കാണാൻ പറ്റും. ക്ലിയർ?